നമസ്കാരം കൂട്ടുകാരെ. അയോധ്യയിലെ നമ്മുടെ 4 കുഞ്ഞു രാജകുമാരന്മാരെ ഓർക്കുന്നുണ്ടോ? ഇന്ന് അവർ വളരെ ധീരന്മാരായി വളരുകയാണ്. രാമനും സഹോദരങ്ങളും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ദയുള്ളവരാകാൻ അവർ പഠിച്ചു. വില്ലും അമ്പും എങ്ങനെ ഉപയോഗിക്കാമെന്നും അവർ പഠിച്ചു. രാമൻ അതിൽ മിടുക്കനായിരുന്നു. ഒരു ദിവസം വിശ്വാമിത്രൻ എന്ന ജ്ഞാനിയായ ഒരു ഗുരു കൊട്ടാരത്തിൽ വന്നു. അദ്ദേഹം ദശരഥ രാജാവിനോട് ഒരു സഹായം ചോദിച്ചു വന്നതാണ്. കാടിനുള്ളിൽ വലിയൊരു രാക്ഷസനുണ്ട്. ആ രാക്ഷസൻ എല്ലാവരെയും ഉപദ്രവിക്കുന്നു. ആ രാക്ഷസനെ വകവരുത്താൻ രാമനെ തന്നോടൊപ്പം അയക്കണമെന്ന് മുനി രാജാവിനോട് പറഞ്ഞു. ദശരഥൻ അത് സന്തോഷത്തോടെ സമ്മതിച്ചു. രാമനും സഹോദരൻ ലക്ഷ്മണനും മുനിക്കൊപ്പം പോയി. വനം വലുതും പച്ചപ്പുള്ളതുമായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആ രാക്ഷസൻ മൂവർക്കും നേരെ ചാടി വീണു. പക്ഷെ രാമൻ ഭയപ്പെട്ടില്ല. അദ്ദേഹം ആ രാക്ഷസനുമായി യുദ്ധം ചെയ്തു. ഒരു മാന്ത്രിക അമ്പുകൊണ്ട് അദ്ദേഹം ആ രാക്ഷസനെ വകവരുത്തി. ശേഷം അവർ കൊട്ടാരത്തിലേക്ക് മടങ്ങി. കാട് വീണ്ടും ശാന്തമായി. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. രാമനും അനുജന്മാരും വളർന്ന് ശക്തരായ രാജകുമാരന്മാരായി. അങ്ങനെ നമ്മുടെ രാമന് വിവാഹപ്രായമായി. താമസിയാതെ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം മിഥിലയിലേക്ക് പുറപ്പെട്ടു. മിഥിലയിലെ രാജാവായ ജനകന്റെ മകളായിരുന്നു സുന്ദരിയായ സീത. ഇന്നവളുടെ സ്വയംവരമാണ്. അവിടേക്കാണ് രാമനും പോകുന്നത്. അങ്ങനെ അവർ മിഥിലയിലെത്തിച്ചേർന്നു. മനോഹരമായ നഗരമായിരുന്നു മിഥില. അവർ കൊട്ടാരത്തിലെത്തി. അവിടെ ഒരു വലിയ സ്വർണ്ണവില്ലുണ്ടായിരുന്നു. ആർക്കും ഉയർത്താൻ കഴിയാത്തത്ര ഭാരമായിരുന്നു അതിന്. അത് ഉയർത്തുന്നവർക്ക് മാത്രമേ സീതയെ വിവാഹം കഴിക്കാൻ കഴിയൂ. പല രാജകുമാരന്മാരും തോറ്റു പിന്മാറിയിരിക്കുന്നു. ഇനി രാമന്റെ ഊഴമാണ്. രാമൻ അടുത്തു ചെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വില്ലെളുപ്പത്തിൽ ഉയർത്തി വില്ലു കുലയ്ക്കാൻ നോക്കിയതും ഒരു വലിയ ശബ്ദത്തോടുകൂടി വില്ലു കകർന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. രാജകുമാരി സീതയായിരുന്നു എല്ലാവരേക്കാളും സന്തോഷവതി. രാമനൊരു യഥാർത്ഥ നായകനാണെന്ന് അവൾക്കു മനസ്സിലായി. അങ്ങനെ വലിയൊരു ആഘോഷത്തോടെ രാമന്റെയും സീതയുടെയും വിവാഹം കഴിഞ്ഞു. അവർ ആഘോഷപൂർവ്വം അയോധ്യയിലേക്ക് തിരിച്ചെത്തി. അവരെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാൻ അയോധ്യ ഒരുങ്ങി. പക്ഷേ കാത്തിരിക്കൂ, കൊട്ടാരത്തിൽ വലിയൊരു മാറ്റം വരാനിരിക്കുന്നു. അടുത്തതായി എന്ത് സംഭവിക്കും? അടുത്ത ഭാഗത്തിനായി ഹോപ്പ് ബഡ്സ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.